നമസ്കാരം. ഇത് രാജീവാണ്, അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം പലർക്കും ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു കമ്പനി സെക്രട്ടറിയാണ്. സോ കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണം? വൈ യു ഷുഡ് ചൂസ് ടു ബിക്കം എ കമ്പനി സെക്രട്ടറി? എന്തുകൊണ്ട് നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആകണം? എന്തൊക്കെ അവസരങ്ങളാണ് കമ്പനി സെക്രട്ടറിക്കുള്ളത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഫഷൻ ഒരു മോസ്റ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണെന്ന് പറയുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഈ വീഡിയോയിൽ തരുന്നത്. കാരണം എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഓരോരുത്തരും സംസാരിക്കുന്നത് ഇറ്റ് ഈസ് വെരി ടഫ് ടു, വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ. സോ ഐ ആം ജസ്റ്റ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ വൈ യു ഷുഡ് ചൂസ് ദിസ് കരിയർ. കാലങ്ങൾക്ക് മുതൽ തന്നെ നമുക്കറിയാം, നമുക്ക് പോലീസിനെ കണ്ടാൽ പേടിയാണ്. ഇൻകം ടാക്സുകാർ കണ്ടാലും നമുക്ക് പേടിയാണ്. കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പോലീസ് പിടിക്കുന്നതും ഇൻകം ടാക്സ് പിടിക്കുന്നതുമാണ്. സാമ്പത്തികമായ കണക്കുകളെ നമുക്ക് പേടിയാണ്. എന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമങ്ങളെയും നമുക്ക് പേടിയാണ്. ഒരു കമ്പനി നടത്തുന്ന ആളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഒരു കാലയളവ് വരെ കണക്കുകളായിരുന്നു അവരെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിരുന്നത്. കാരണം കണക്കുകളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ ഇൻകം ടാക്സുകാർ പിടിക്കും, അല്ലെങ്കിൽ GSTക്കാർ പിടിക്കും എന്നൊരു ഫിയർ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം ലോകം വളരെയധികം വളർന്നു. ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഒക്കെ ഉണ്ടായി. അതിരുകളില്ലാത്ത സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാവുകയുണ്ടായി. കുറേയധികം പണമുണ്ടാക്കുന്ന ആൾക്കാരെ ഒരു കാലത്ത് നമ്മൾ വലിയ പൈസക്കാരെന്ന് വിളിച്ചിരുന്നെങ്കിൽ, തെറ്റുകളൊന്നും ചെയ്യാതെ കുറച്ച് പൈസ ഉണ്ടാക്കിയാലും അവരെ മിടുക്കന്മാർ എന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറി. ഒരു സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വിജയിച്ച ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത്, ലോകത്തെ ഏറ്റവും കൂടുതൽ പൈസയുള്ള, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വീടുള്ള, 1-ലധികം കാറുകളുള്ള, കുറേയധികം പ്രോപ്പർട്ടിയുള്ള ഒരാളാണ് ഏറ്റവും വലിയ പൈസക്കാരെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ അതൊക്കെ മാറി ഒരു ബിസിനസ്സുമായി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയാലും നിങ്ങൾ ലാഭമുണ്ടാക്കിയ വഴികൾ ശരിയാണോ, ലാഭമുണ്ടാക്കാൻ ഉപയോഗിച്ച വഴികൾ ശരിയാണോ എന്ന് നോക്കിയിട്ടാണ് ആ കമ്പനി ഒരു നല്ല കമ്പനിയാണോ അല്ലയോ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ലാഭമുണ്ടാക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് ശരിയായ വഴി കൂടെ തന്നെയാണോ ഈ പൈസ ഉണ്ടാക്കിയത് എന്ന ചോദ്യം നമ്മൾ പലരോടും ചോദിക്കാറുണ്ട്, നമ്മൾ കമൻറ്റുകളായിട്ട് പറയാറുണ്ട്. ഈ സമയത്താണ് 1990-കൾക്ക് ശേഷം കമ്പനി സെക്രട്ടറി എന്ന പ്രൊഫഷന് വളരെയധികം ഇമ്പോർട്ടൻസ് വന്നത്. കാരണം എങ്ങനെയെങ്കിലും പണമുണ്ടാക്കിയാൽ പോരാ, ശരിയായ രീതിയിൽ പണമുണ്ടാക്കണം എന്ന ഒരു ചിന്ത എൻറ്റയർ ഗ്ലോബൽ വേൾഡിലും അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിലും വരികയാണ്. ഇന്ന് കോർപ്പറേറ്റ് ഗവേണൻസ് അല്ലെങ്കിൽ എൻവയറമെൻറ്റ് റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് പ്രോഫിറ്റബിലിറ്റിയെക്കാട്ടിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്നൊരു കമ്പനി ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയാലും ആ ലാഭമുണ്ടാക്കിയ വഴികൾ ശരിയായിരുന്നുവോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ വിജയ് മല്യ ആവട്ടെ, നീരവ് മോദി ആവട്ടെ, ലളിത് മോദി ആവട്ടെ, ബൈജൂസ് ആവട്ടെ, ഇങ്ങനെയുള്ള കോർപ്പറേറ്റുകളുടെ ശരിയായ രീതിയിലും തെറ്റായ രീതിയിലുള്ള പരാജയങ്ങൾ, ഈ പരാജയങ്ങൾ കണക്കിലുണ്ടായ പിഴവുകളല്ല, പലപ്പോഴും ആ കണക്കുകൾ വൃത്തിയായിട്ട് നിയമപരമായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കാത്തതിലെ പിഴവുകളാണ്. അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കംപ്ലയൻസസ് കറക്റ്റായിട്ട് ചെയ്യാത്തതിൻ്റെ പിഴവുകളാണ്. ഈ പിഴവുകൾ അവരുടെ ലൈഫിനെ തന്നെ, അല്ലെങ്കിൽ ആ കോർപ്പറേറ്റ് ആ കമ്പനിയുടെ കമ്പനിയുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കുന്നു. ഇത് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. ഇന്ന് ലോകമെങ്ങും പ്രോഫിറ്റിനോടൊപ്പം തന്നെ എത്ര ലാഭമുണ്ടാക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ESG എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഏറ്റവും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻവയറമെൻ്റൽ, സോഷ്യൽ ആൻഡ് ഗവേണൻസ് റെസ്പോൺസിബിലിറ്റീസ് ഒരു കമ്പനിക്കുണ്ടെന്നും പാരിസ്ഥിതികമായ കാര്യങ്ങളും സാമൂഹികമായ പ്രതിബദ്ധതയും അതിനോടൊപ്പം തന്നെ നമ്മുടെ നിയമവ്യവസ്ഥ കറക്റ്റായി പാലിച്ചുകൊണ്ടുമായിരിക്കണം ഒരു കമ്പനി പോകേണ്ടത് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ESGയുടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്
അല്ലെങ്കിൽ കംപ്ലയൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു കമ്പനി സെക്രട്ടറിയാണ്. ഒരു കമ്പനി സെക്രട്ടറിയുടെ ജോലി എന്ന് പറയുന്നത് ഒരു കമ്പനി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ പ്രവൃത്തിയും നിയമത്തിന് അനുസൃതമായിട്ടാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ആളാണ് കമ്പനി സെക്രട്ടറി. റാദർ ദാൻ ലുക്കിംഗ് ഓൺ ഹൗ മച്ച് പ്രോഫിറ്റ് യു ഹവ് മെയ്ഡ്, company secretary will also look or try to understand or try to inform the board of directors whether the company followed all the rules and regulations, provisions, guidelines, notifications, directions properly. കാരണം ഇന്ന് ഒരു സെൽഫ് റെഗുലേറ്ററി മെക്കാനിസമാണ് മോസ്റ്റ് ഓഫ് ദ കമ്പനികളിലുള്ളത്. സ്വയം നമ്മൾ നിയമങ്ങൾ മനസ്സിലാക്കി പാലിക്കുക. അത് പാലിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യും. പിന്നീട് അത് പാലിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെനാൽറ്റി നമുക്ക് വന്നേക്കാം. ഈ ഒരു അവസ്ഥ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ലാഭമുണ്ടാക്കുക, കണക്കുകൾ എഴുതുക എന്നതിനോടൊപ്പം തന്നെ ഒരു കമ്പനിയുടെ നിയമപരമായ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പേ ലോകത്തുണ്ട്. 969 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. പക്ഷെ അതൊരു സൊസൈറ്റി എന്ന രീതിയിൽ 1980 വരെ അറിയും. 1980 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയിട്ട് ഇന്ത്യൻ പാർലമെന്റ് ഈ ഒരു പ്രൊഫഷനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊഫഷനാക്കി. ഇന്ന് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മെജോറിറ്റി കംപ്ലയൻസസും ഒരു കമ്പനി സെക്രട്ടറി ചെയ്താൽ മാത്രമേ സെബി ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനൊരു ലെവലിലേക്ക്, അതായത് ഈ ഒരു കമ്പനി ലാഭമുണ്ടാക്കുക എന്നതിനോടൊപ്പം തന്നെ അത് നിയമപരമായ കാര്യങ്ങൾ പാലിച്ചു എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെ സ്റ്റോക്ക് മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. 1980 ഈ പ്രൊഫഷൻ വന്നു. 1991 ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഈ അതിരുകളില്ലാത്ത ഒരു സാമ്പത്തിക ഒരു രോഗം കെട്ടിപ്പടുക്കപ്പെട്ടു. കമ്പനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തുടങ്ങി. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിയമങ്ങൾ, ഓരോ കമ്പനിക്കും അതിൻ്റെ യഥാർത്ഥ നിയമങ്ങൾ മനസ്സിലാക്കുന്നതിനും ആ നിയമങ്ങളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാലിക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. ആ ഒരു അവസരത്തിലാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന പ്രൊഫഷൻ്റെ വാല്യൂ വർദ്ധിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ 2013 കമ്പനീസ് ആക്ട് പ്രകാരം 10 കോടിയിലും മേലെ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ ഒരു കമ്പനിക്ക്, അത് പ്രൈവറ്റ് കമ്പനി ആകട്ടെ പബ്ലിക് കമ്പനി ആകട്ടെ ഏതൊരു കമ്പനിയും ആവട്ടെ, 10 കോടിയിലധികം മൂലധനം ഉണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായും ഒരു കമ്പനി സെക്രട്ടറിയെ അപ്പോയിന്റ് ചെയ്യണം എന്ന് പറയുന്നു. അതായത് അവരവരുടെ നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചു എന്നതും കൂടെ ഗവൺമെന്റിന് അറിയണം എന്ന നിർബന്ധമാണ് ആ ഒരു കമ്പൽസറി ആക്കുന്നതിന്റെ പുറകിലുള്ളത്. 2, ഒരു ലിസ്റ്റഡ് കമ്പനി, അത് എത്ര വലിയ കമ്പനിയോ ചെറിയോ കമ്പനി ആവട്ടെ, ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് ഒരു എംപ്ലോയി കമ്പനി 100% ഒരു ജോലിക്കാരനായ ഒരു കമ്പനി സെക്രട്ടറിയും അതുപോലെ തന്നെ ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി, പുറത്തുനിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനി സെക്രട്ടറി നിർബന്ധമായിട്ട് വേണമെന്ന് സെബി പറയുന്നു. ലക്ഷക്കണക്കിന് ലിസ്റ്റഡ് കമ്പനികളുള്ള ഇന്ത്യയിൽ ഇന്ന് വരെ 70,000-ഓളം കമ്പനി സെക്രട്ടറീസ് ആണ് പാസ്സായുള്ളത്. ഞാനടക്കം അറൌണ്ട് 70,000 കമ്പനി സെക്രട്ടറീസ് ആണുള്ളത്. അതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇതിനൊരു PG ക്വാളിഫിക്കേഷൻ അംഗീകരിക്കുകയും ഈവൻ +2 കഴിഞ്ഞ കുട്ടികളടക്കം കമ്പനി സെക്രട്ടറി ആയിട്ട് മാറുമ്പോൾ അവർക്ക് നാളെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകരുത്, ഡിഗ്രി ഇല്ല PG ഇല്ല എന്നൊരു തോന്നൽ ഉണ്ടാകരുത്, അല്ലെങ്കിൽ അതിനൊരു ഡ്രോബാക്ക് ആവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC ഇതിനൊരു PG ക്വാളിഫിക്കേഷൻ അംഗീകരിച്ചു. ഇനി കമ്പനി സെക്രട്ടറി ആയ കുട്ടികളെ കമ്പനി സെക്രട്ടറി മാത്രമായാൽ മതിയോ, ഫർദർ സ്റ്റഡീസ് നടത്താൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഇന്ത്യയിലെ മെജോറിറ്റി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളും അവരുടെ ക്യാമ്പസിൽ കോർപ്പറേറ്റ് നിയമത്തിലാകട്ടെ അല്ലെങ്കിൽ കോമേഴ്സിലാവട്ടെ റിസർച്ച് ചെയ്യാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ കമ്പനി സെക്രട്ടറി എന്ന ക്വാളിഫിക്കേഷനായിട്ട് അംഗീകരിച്ചു. അതായത് ഇന്ന് ഇന്ത്യയിലെ ഏത് IIM-ലും നിങ്ങൾക്ക് ഈ കമ്പനി സെക്രട്ടറി ആയ ഒരു കുട്ടിക്ക് റിസർച്ച് ചെയ്യാൻ സാധിക്കും. ഗവൺമെന്റ് ഫണ്ടിങ്ങോടുകൂടി റിസർച്ച് ചെയ്യാൻ സാധിക്കും. ഇനി ധാരാളം അക്കാഡമിഷ്യൻസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കോമേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ഉള്ള ലീഗൽ എക്സ്പെർട്ടൈസ് ഉള്ള പ്രൊഫഷണൽസും പഠിപ്പിക്കണം എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് UGC 2010 തന്നെ കമ്പനി സെക്രട്ടറി, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടന്റ് പോലെയുള്ള ക്വാളിഫിക്കേഷൻ ആൾക്കാരെ ഒരു മാനേജ്മെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ മുതൽ HOD വരെയുള്ള ക്വാളിഫിക്കേഷൻ പഠിപ്പിക്കാൻ ഒരു ക്വാളിഫിക്കേഷൻ അംഗീകരിച്ചു.
പറഞ്ഞു പോകുമ്പോൾ പറയട്ടെ, അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്റർ ആണ്. ഇവിടെ മറ്റുള്ള ഒരു കോഴ്സും പഠിപ്പിക്കുന്നില്ല. ഞാൻ പല കോഴ്സുകളെ കുറിച്ച് സംസാരിക്കുമെങ്കിലും ഞാനിവിടെ കമ്പനി സെക്രട്ടറി എന്നൊരു കോഴ്സ് മാത്രം ഗുരുകുലമായ രീതിയിൽ കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ആയിട്ട് പഠിപ്പിക്കുന്നു. കഴിഞ്ഞ 13 വർഷം നമ്മൾ 14ാമത്തെ വർഷത്തിലേക്ക് പോകുന്നു. റാങ്ക് ഹോൾഡേഴ്സിനെയും ഏറ്റവും കൂടുതൽ സക്സസ് ഉള്ള കുട്ടികളെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസാണിത്. വീണ്ടും നമ്മൾ തിരിച്ച് കമ്പനി സെക്രട്ടറി എന്നുള്ള കോഴ്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കമ്പനി സെക്രട്ടറി ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ഒരാൾക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു കമ്പനി സെക്രട്ടറി ആയിട്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കമ്പനികളുടെ ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനികളോ അല്ലെങ്കിൽ ഏത് ഇൻകോർപ്പറേറ്റഡ് ബോഡിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി, ട്രസ്റ്റ് അല്ലെങ്കിൽ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനികൾ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ ക്രിയേഷനും അവരുടെ റെഗുലർ ഫയലിംഗ്സും ചെയ്യാൻ ഒരു കമ്പനി സെക്രട്ടറിക്ക് സാധിക്കും. ഇന്ത്യക്ക് പുറത്ത് 110ഓളം രാജ്യങ്ങളിൽ ഈ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആണ്. ധാരാളം മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOUസും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ലോകത്തിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ടും നമ്മൾ എഴുതിയിട്ടുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കമ്പനി സെക്രട്ടറി പഠിക്കുന്ന ഒരു കുട്ടിക്ക് വളരെ വലിയ ഒരു സ്കോപ്പാണ് തരുന്നത്. ഈ ഒരു സ്കോപ്പ് നമുക്ക് ഇത്രയും വലിയ അവസരങ്ങൾ കിട്ടുമ്പോൾ ഈ ഒരു കോഴ്സിനെ നമ്മൾ ഒരു സ്വപ്നമായി കണ്ടുകൊണ്ട്, ഡെഫിനറ്റ് ആയിട്ടും ഇതൊന്നും പറഞ്ഞതിൻ്റെ അർത്ഥം ഇതല്ല ഈ കോഴ്സ് ഭയങ്കര ഈസിയാണ് പഠിക്കാൻ എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് വളരെ ഡിഫിക്കൽട്ടായി ഒരു ഡ്രീം ആയിട്ട് എടുത്ത് പഠിക്കുന്ന കുട്ടിക്കാണ് ഇത് വളരെ ഈസി ആയിട്ട് പഠിച്ച് പാസ്സാകാൻ പറ്റുക. അങ്ങനെ സ്വപ്നമായിട്ടെടുത്ത് നമുക്കിത് പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ നിങ്ങളെ ഒരിക്കലും ലെറ്റ് ഡൗൺ ചെയ്യില്ല. സോ എന്തുകൊണ്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കണം? ഇത്രയും അവസരങ്ങളുള്ള, ഇത്രയും ഓപ്പർച്യൂണിറ്റികളുള്ള, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ കമ്പനിയുടെ സീനിയർ മാനേജ്മെന്റ് ഒന്ന് ജോലി ചെയ്യാൻ തുടങ്ങാൻ സാധ്യതയുള്ള, ഫർദർ സ്റ്റഡീസിന് ഓപ്പർച്യൂണിറ്റി ഉള്ള, സ്വന്തം പ്രാക്ടീസ് ഓപ്പർച്യൂണിറ്റി ഉള്ള 110ലധികം രാജ്യങ്ങളിൽ ഇതിന് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രൊഫഷനാണിത്. മറ്റു പരസ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇതിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുമാണ്. വളരെ ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഒരു കമ്പനി സെക്രട്ടറി ആകാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാകണം. ആ സ്വപ്നത്തിന് പുറകെ ഓടാനുള്ള ഒരു മനസ്സുണ്ടാകണം. അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഞാനടക്കം പല ആൾക്കാരും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യമെങ്കിൽ അവിടെ ചേർന്ന് പഠിക്കുക. കാരണം നിങ്ങൾ ഇവിടെ പഠിക്കണമെന്ന ആഗ്രഹത്തോടെ ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ല ഇത്. നിങ്ങൾ എവിടെ വേണമെങ്കിൽ പഠിച്ചോളൂ. പക്ഷേ നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആവുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. ഐ എം ഹാപ്പി ടു സീ യു ആസ് എ കമ്പനി സെക്രട്ടറി. സോ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അറിവ് വേണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ചാനലിൽ ധാരാളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ ടു ദാറ്റ്. ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് വളരെ സന്തോഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോ വരേക്കും ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.